ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളുടെ SA യൂസ് കാസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. കുറേ പേര് എന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ കാറ് കച്ചവടം നിർത്തിയെന്നുള്ള. ഇല്ല, നമ്മൾ കാറ് കച്ചവടം ചെയ്യുന്നുണ്ട്, സൈഡിൽ കൂടെയാണ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ വണ്ടികളൊക്കെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അഫ്സലിക്കനെ കാണുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, ഓക്കെ, ഞാൻ പറഞ്ഞെന്തായാലും നീട്ടുന്നില്ല. ഇതാണ് നമ്മുടെ SA യൂസ് കാസിലെ ഓണറാണ്. അപ്പൊ ഇക്ക ഒരുപാട് വണ്ടികൾ പുതുതായിട്ട് വന്നിട്ടുണ്ടല്ലേ, കളക്ഷൻസ് ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടതുണ്ട്, നമ്മുടെ ഓഡിയൻസിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും വേണ്ട ഫുൾ ലോണിലുള്ള വണ്ടികളാണ്. ചെയ്യാൻ പറ്റും, വണ്ടികളുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ കാണുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടിയാണിത്. ഓക്കെ, 2006 ലാസ്റ്റ് മോഡലാണ്. 2007 ഷേപ്പ് വരുന്ന വണ്ടിയാണ്. 1,15,000 രൂപ വണ്ടി. 1,15,000 അല്ലേ? ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിലുള്ള വണ്ടി. ടെസ്റ്റും കാര്യങ്ങളും ഇനി അടുത്ത ടെസ്റ്റ് 26 ലാസ്റ്റ്. ഓക്കെ ഓക്കെ, അപ്പോഴാണ് ടെസ്റ്റ് വരുന്നത്. അതുവരെ നമുക്ക് എന്തായാലും വേറെ പേപ്പേഴ്സും കാര്യങ്ങളും ഓർത്തിട്ട് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. KL 31 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയല്ലേ? ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ്, വിൻഡ്ഷീൽഡ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് അല്ലേ? ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 4th ഓണർഷിപ്പ് ആണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ, ഓടിച്ച് പഠിക്കാനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയാണിത്, വാഗനർ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫുൾ ലോണിൽ വരുന്ന വണ്ടിയാണ് ഇത്. നമുക്ക് 2016 36,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 1.95 ചോദിക്കുന്നു. ഏകദേശം 1.25-2 രൂപയുടെ അടുപ്പിച്ച് തന്നെ നമുക്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഒരു ഫുൾ ലോണിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, സിബിലും കാര്യങ്ങളൊക്കെ എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 650 to 700 അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെയാണ്. 650 മേലെ സിബിൽ സ്കോർ എന്തായാലും വേണം കേട്ടോ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് അങ്ങനെ റീപ്ലേസ്മെന്റ് അതിന്റെയും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല നമ്മുടെ വണ്ടികളിൽ, ഫ്ലഡ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കും. ഇത് മൂന്നും നമ്മുടെ എല്ലാ വണ്ടികളിലും ഗ്യാരണ്ടി ആയിരിക്കും. ഇതേപോലെ റീപ്ലേസ്മെന്റ് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആൾട്ടോ ആണ്. ഇത് എങ്ങനെയാണ്? ഇത് കേട്ടൺ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിൽ വരുന്നതിൽ നമുക്കൊരു ലോ ബഡ്ജറ്റ് വണ്ടി എന്ന് തന്നെ പറയാം. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. 2.5-2.25 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്നത് 3.25 രൂപയാണ്. 3,25,000 രൂപ. അതിനകത്ത് നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്ന റെനോൾട്ടിന്റെ ക്വിഡ് ആണിത്. ഇത് എത്രയാണ്? ക്വിഡ് വരുമ്പോൾ 2020 മോഡല്, 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ ചോദിക്കുന്നത് 4.40. 4 ലക്ഷം രൂപയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി. 40,000 രൂപ ഡൗൺ പേയ്മെന്റ്. ഒരു കുഞ്ഞു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടി. മോഡലും കൂടി ഇതാണ്, ന്യൂ ഷേപ്പ് ആണ്. KL 39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അടുത്തത് നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നതാണ്, സ്വിഫ്റ്റ് ഉണ്ടോ എന്നുള്ളത്. എപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു വീഡിയോ ഇടുന്ന സമയത്ത് പപ്പടം പൊടിയണ പോലെ പൊടിയണ വണ്ടിയാണെങ്കിൽ പോലും ആൾക്കാർ ഇപ്പോഴും ഒരുപാട് പേര് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എടുക്കാറുണ്ട്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ആളുകൾക്ക് അത്രത്തോളം സുപരിചിതമാണ്, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. പക്ഷെ ഈ ഒരു ഷേപ്പ് വരുന്ന വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2014 മോഡല്, 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, 80,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ, പെട്രോൾ വണ്ടി. ഇത് നമ്മൾ ചോദിക്കുന്ന വില 4,20,000 രൂപ. 3.5 ലക്ഷം രൂപ, 3.25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക്. എന്തായാലും സ്വിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കറിയാം എന്തായാലും ഈ ഒരു വണ്ടി ചോദിച്ചിട്ട് ഒരുപാട് പേര്. എന്തായാലും ഞാൻ കാണിച്ചു തരാം, ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. വേറെ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടേക്കാ? ഇതിനകത്ത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ക്ലിയർ വണ്ടിയാണ്, നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം കേട്ടോ. കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിലും ലോ ആണ്, 80,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഹ്യുണ്ടായുടെ i20 ആണ്. ന്യൂ ഷേപ്പ് വരുന്ന. ഓക്കെ, എങ്ങനെയാണ് 2020 മോഡല്, ഫുൾ ഓപ്ഷൻ വണ്ടി, ആസ്ത ഓപ്ഷണല്, സൺറൂഫ്, ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 7.25 ലക്ഷം രൂപ. ഒരു 7 ലക്ഷം രൂപ 7.5 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ? ഓക്കെ, നല്ല ക്ലീൻ വണ്ടിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഫുള്ളും. ഓക്കെ, ഞാൻ ഇന്റീരിയർ കാണിച്ചു തരാം കേട്ടോ.
എന്റെ അമ്മോ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ലേഡീസിനൊക്കെ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു വണ്ടിയാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി. നല്ല അടിപൊളി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ നമ്മുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐട്ടൺ ആണ്. 2011 മോഡല് ഐട്ടൺ മാനുവല് സ്പോർട്സ് വരുന്ന വണ്ടി. 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോയ്സ് കയറിയിട്ടുണ്ട്. പിന്നെ ഇന്റീരിയർ നീറ്റ് ആണ്. സീറ്റ് കവറൊക്കെ നല്ല നീറ്റ് ആണ്. ക്ലീൻ വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്ന വില 2,20,000 രൂപ. 2,20,000. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ലോൺ നമുക്ക് എത്രയാണ്? ലോൺ നമുക്ക് ഇതിനകത്ത് ഒരു 1.5 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഒരു കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് വണ്ടി എടുക്കാം കേട്ടോ. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറ്റ പഞ്ച് ആണിത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് 2021 മോഡല് അക്കംപ്ലിഷൻ എന്ന് പറഞ്ഞ മോഡൽ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്തായിട്ട് വരും. 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഷോറൂമിൽ നിങ്ങൾ എടുത്തോണ്ട് വന്നതാണ്. അത്രയും 6,60,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല 6 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 6.5 രൂപ വരെ ഫുൾ ലോൺ ഏകദേശം കയറുന്ന വണ്ടിയാണല്ലേ? 50,000 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വിടാം. കൊള്ളാട്ടെ, നല്ല ക്ലീൻ വണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു സ്ക്രാച്ച് എന്ന് പറയാൻ പോലും ഇല്ല വണ്ടിയിൽ. അത്രയും ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഓക്കെ, അടുത്ത നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തുന്നത് റെനോൾട്ടിന്റെ കിഡ് ഓട്ടോമാറ്റിക്. ഇത് വരുന്നത് 2017 മോഡല് ഓട്ടോമാറ്റിക് ആണ്. 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. അത് വരുമ്പോ നമുക്ക് 3,25,000 രൂപ. 3,25,000. 3,10 കൊടുക്കാൻ പറ്റും. 3,10 കൊടുക്കാൻ പറ്റും. ഒറ്റയടിക്കൊക്കെ നെഗോഷ്യബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിട്ട്. അപ്പൊ ഇത് ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര? ഇതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 30,000 രൂപ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 2,25,000 രൂപ 3 രൂപ തൊട്ട് താഴെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ഇന്റീരിയർ ഒക്കെ കണ്ടില്ലേ? പുത്തം പോലെ ഇരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ആൾട്ടോയുടെ പുത്തൻ മോഡൽ വണ്ടിയാണ്. അതായത് ഒരു 6 മാസം പഴക്കമുള്ളൂ. RC ബുക്ക് ഇപ്പൊ നിലവിൽ കിട്ടിയിട്ടുള്ളൂ. സീറ്റ് കവർ പോലും പൊളിച്ചിട്ടില്ല. 900 കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ. രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. മോഡൽ വരുന്നത് 23 ആണ്. ആകെ 900 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. ഇത് കസ്റ്റമർ ഓട്ടോമാറ്റിക്കിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ആൾക്ക് വൈഫിന് വേണ്ടി എടുത്തതാണ്. ഓട്ടോമാറ്റിക്കിലോട്ട് പോയതാണ്. അങ്ങനെ കൊടുക്കാനുള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് ചോദിക്കുന്ന വില 4,75,000 രൂപ. 4 ലക്ഷം രൂപ പുതിയത് വരുന്ന വണ്ടിയാണ്. നമുക്ക് 4,25,000 രൂപ അതിനകത്ത് ഏകദേശം 4 രൂപയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 25,000 രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. 900 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വണ്ടിയാണ്. എന്ന് പറഞ്ഞാല് നിങ്ങൾ ഷോറൂമിൽ എടുക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം എന്നുള്ളതാണ്. കാരണം അത്രയും കിലോമീറ്റർ കുറവാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഇത് വരുന്നത് 2015 മോഡല് XCVT വരുന്ന വണ്ടിയാണ്. 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് ചോദിക്കുന്ന വില 4,95. നമുക്കൊരു 4,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 50 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. ഇവിടെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളുണ്ട് ഇപ്രാവശ്യം വന്നേക്കുന്നേക്കാ. ഇപ്രാവശ്യം എന്നല്ല, എപ്പോഴും ഇവിടെ നമുക്ക് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വണ്ടികളാണ് ഇപ്പൊ ഞാൻ അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐട്ടൺ ആണ്. ഐട്ടൺ ഇപ്പൊ രണ്ടാമത്തെ ഐട്ടൺ ആണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. 2,35,000 രൂപ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. 2010 മോഡല് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. നമ്മൾ തന്നെ സെക്കൻഡ് ഓൺഷിപ്പിനും നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ്. അവർ ജിമ്മിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അങ്ങനെ നമ്മളായിട്ട് അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് i20 ആണ്. ഇത് വരുമ്പോൾ നമുക്ക് ഡീസൽ വണ്ടിയിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയുള്ള വണ്ടിയാണ്. 2013 മോഡല് ഫ്ലൂയിഡിക് ഷേപ്പിൽ നിൽക്കുന്ന മാഗ്ന എന്ന ഓപ്ഷനാണ്. അലോയ്സ് അഡീഷണൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. എക്സ്ട്രാ ചെയ്തേക്കുന്നത്. ഇത് 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. നമ്മൾ ചോദിക്കുന്ന വില 2,60,000 രൂപ. അതിൽ 2.5 ലക്ഷം രൂപ ലോൺ കിട്ടുന്ന വണ്ടി. അപ്പോൾ ഫുൾ ലോണിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇന്റീരിയറും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ i20യുടെ ഇന്റീരിയർ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ആ ഒരു 2013 മോഡലാണെന്നുണ്ടെങ്കിലും
അതിന്റെ ഒരു കാലപ്പഴക്കം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇന്റീരിയറിന് അങ്ങനെ തോന്നിക്കുന്നേ ഇല്ല. അത്രയും ഇതാണ് കണ്ടോ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ കണ്ടോ, എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് അതെല്ലാം. ക്ലീൻ വണ്ടി കേട്ടോ, അതും ഡീസൽ. ഒരു കാർ ഇല്ലാതെ ആയപ്പോഴാണ് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് എത്താത്തോളം മനസ്സിലായത്. ഞായറാഴ്ച എവിടെയെങ്കിലും പോകാനൊക്കെ ഇത് നമുക്ക് വരുന്നത് പെട്രോൾ വണ്ടിയാണ്. 1.6 വരുന്നത് വെറും 33,000 കിലോമീറ്റർ ആയി ഓടിയിട്ടുള്ളൂ. 11 കൊല്ലം കൊണ്ട് 33,000 കിലോമീറ്റർ ആയി ഓടിക്കുന്ന വണ്ടിയാണ്. അല്ല ക്ലെയിം പീസ് വണ്ടിയാണ്. 1.6 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമ്മൾ 2.10 അതിനകത്ത് നമുക്ക് ഡ്യുവൽ ടോൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബുക്കിൽ എൻഡോസും ചെയ്തിട്ടുണ്ട്. അല്ല ക്ലെയിം പീസ് വണ്ടിയാണ്. ഇതും ജിംനിക്ക് അഗേൻസ്റ്റ് എക്സ്ചേഞ്ച് വരുന്നതാണ്. അലോയ്സ് ഉണ്ട് അഡീഷണലി. ഇന്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അലോയ്സ് ഒക്കെ എക്സ്ട്രാ കയറ്റിയേക്കുന്നതാണ്. ഓപ്പൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിയസ്റ്റയുടെ ഇന്റീരിയർ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇവിടുത്തെ വണ്ടികളുടെ ഇന്റീരിയർ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ കണ്ടീഷനിലാണ്. ഞാൻ പൊക്കി പറയാനുള്ളൂ. എന്നാലും ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പല വീഡിയോസും എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ബേസിസിൽ പറഞ്ഞാണ് ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കും. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് എത്തിയോസ് ആണ്. എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? എത്തിയോസ് വരുന്നത് 2016 G ആണ്. 60,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് ചോദിക്കുന്ന പോലെ 4.95 നമുക്കൊരു 4-4 രൂപയൊക്കെ ലോൺ കിട്ടി പോകുന്ന വണ്ടിയാണ്. നല്ല ഇന്റീരിയർ ഒക്കെ നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആണ്. ഒന്നും നോക്കാനുണ്ടോ? ഒന്നും പറയാനായിട്ടില്ല. അതാണെങ്കിൽ ഒരു നെഗറ്റീവ് പറയാനായിട്ടില്ല വണ്ടിക്ക്. കാരണം ഇന്റീരിയർ എല്ലാം നല്ല പുത്തം പോലെ കിടക്കുന്ന പറഞ്ഞിട്ട് ഒന്നും പറയാനായിട്ടില്ല. ഇതൊക്കെ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കേണ്ടി വരും? ഇത് നമുക്കൊരു 50,000 രൂപ 1 രൂപയുടെ ഇടയിൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നുണ്ട്. മാരുതി ഡയോട്ടൊക്കെ മാത്രമാണ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇത്തിരി കൂടുതൽ വരുന്നത്. ബാക്കി മിഠായി ഫോർഡ് അങ്ങനത്തെ വണ്ടികളിലൊക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കുറച്ച്. അടുത്തത് വീണ്ടും നമ്മൾ ലാസ്റ്റ് ആയിട്ട് എത്തിയോസും കൂടെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നത് 2011 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ ആണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിലയും അതിന് കുറവാണ്. 2,85,000 രൂപ. ഇത് കണ്ടല്ലോ, ഞാൻ സെഡാൻ ആയതുകൊണ്ട് ഞാനൊരു ഡൗട്ട് വയ്ക്കണം. ചില കസ്റ്റമേഴ്സിന് ടാക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പെട്രോൾ വണ്ടി നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ നോക്കുന്നത് ഇപ്പോൾ യൂബർ കാര്യങ്ങൾ നോക്കുന്നവർക്ക് 2015 അബോവ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 2016 മോഡൽ പറ്റുമായിരിക്കും. 2011 ടാക്സ് വരുന്നത് കുറവായിരിക്കും. ഫാമിലി യൂസിന് തന്നെ ആയിരിക്കും ഇതിൽ ബെറ്റർ. കാരണം ഈ വിലയും മുന്നുള്ളൂ. 2,85,000 രൂപ എത്തിയോസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറവാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇന്റീരിയറും കാണിക്കാനായിട്ട് വിട്ടുപോകുന്നുണ്ട്. ഓക്കെ, ക്ലീൻ ഇന്റീരിയർ ആണ് കേട്ടോ. ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ചും കൂടെ ഫാമിലിക്ക് യൂസ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് സെഡാൻ വണ്ടികൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ടാക്സിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ SA യൂസ്ഡ് കാസിലെ കളക്ഷൻസ് എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിവിടെ നമ്മൾ വീഡിയോയിൽ കാണിച്ച ഏത് വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒന്നും കൂടെ അറിയണം, ലോൺ പരമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ SA യൂസ്ഡ് കാസിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, ലൊക്കേഷനും കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ